പിന്നെ സുഞ്ചേച്ചിയെ കുറിച്ചും കുറെ കഥകളുണ്ട് അവിടെ നാട്ടുകാർക്കെല്ലാം. ഇങ്ങനെ എല്ലാരും പൊക്കി എടുത്തോണ്ട് നടന്നൊരു കൊച്ച്. അപ്പം ഞങ്ങളെക്കാട്ടിലൊക്കെ സുഞ്ചേച്ചി എല്ലാവർക്കും കുറച്ചുകൂടെ അറിയാം. ആ കോന്നിയിലുള്ള നാട്ടിലുള്ളവർക്കെല്ലാം സുഞ്ചേച്ചി അറിയാം. അപ്പൊ അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും വളരെ ഹീറോയിൻ പരിവേഷത്തിലാണ് ഞങ്ങളൊന്ന് മുങ്ങിപ്പോയി. പിന്നെ പിന്നെ എനിക്ക് വെല്ലുവിളിയെ കുറിച്ച് പിന്നെ ഒത്തിരി പ്രൗഡായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അന്നൊക്കെ കറണ്ട് കട്ടുള്ള സമയത്ത് കൊല്ലത്തായിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ചുമ്മാ ഹോളിൽ നിരന്നിങ്ങനെ അങ്ങ് കിടക്കും. അപ്പം കറണ്ടില്ല, മെഴുകുതിരിയോ എന്തെങ്കിലും ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ടാവും, അല്ല എമർജൻസി ഒന്നും അന്ന് ഇല്ലാന്ന് തോന്നി. പക്ഷെ അന്ന് ആ സമയത്ത് വെല്ലുവിളിച്ച് എങ്ങനെയായിരിക്കണം നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, പെൺകുട്ടികൾ എങ്ങനെ വേണം. അപ്പൊ ഞാൻ എപ്പോഴും ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും കണ്ണി നോക്കി സംസാരിക്കണം എന്ന് പറയായിരുന്നു വെല്ലുവിളിച്ച്. അവിടെ ഇവിടെ നോക്കിക്കൊണ്ടോ ഇല്ല കാല് വെച്ചിങ്ങനെ ചുമ്മാ കാണിച്ചോണ്ടോ നാണം കുടുങ്ങിയൊന്നുമല്ല, നേരെ കണ്ണി നോക്കി വേണം സംസാരിക്കാൻ, നല്ല ബോൾഡായിട്ടിരിക്കണം, തല എപ്പോഴും ഉയർന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ കാര്യങ്ങൾ. എങ്ങനെയായിരിക്കണം ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ അവൾ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, വേറെ ഒരാളെ കാണുമ്പോൾ എങ്ങനെയായിരിക്കണം, ഒരു വീട്ടിൽ പോയാൽ എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെല്ലുവിളിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്റെ അമ്മ അതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. വളരെ ഹാപ്പി ആയിട്ട് പാട്ടും പാടി ഇങ്ങനെ രസിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് നടക്കുക. അപ്പം അമ്മയ്ക്ക് നല്ല പേടിയാ വെല്ലുവിളിച്ച്. നല്ലൊരു ചിലപ്പോ അടിക്കാൻ ചെല്ലുകയും പിച്ചുകയും ഒക്കെ ചെയ്യും. അപ്പൊ പക്ഷെ ഒന്നും തിരിച്ചു പറയത്തുമില്ല, എല്ലാം കൊണ്ടുപോയിങ്ങനെ ഇരിക്കും. പിന്നെ എനിക്ക് ആകെ വെല്ലുവിളിച്ചിയുടെ ഒരു ഇതെന്ന് പറയുന്നത്, ദേഷ്യം വന്നാൽ അങ്ങനെയൊന്നും ദേഷ്യം വരത്തില്ല, പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറയും. അപ്പൊ പിന്നെ അങ്ങനെ എല്ലാവർക്കും പേടിയാ, അമ്മയ്ക്കും ഒക്കെ പേടിയാ. ദേഷ്യം പിടിച്ചു കഴിഞ്ഞെങ്കിൽ പണ്ട് ചെയ്ത കഴിഞ്ഞ ആഴ്ചയിലെ കഴിഞ്ഞ മാസത്തെ കാര്യം അല്ലെങ്കിൽ അടുക്കടുക്കായിട്ട് സംസാരിക്കും. അപ്പൊ അങ്ങനെ പറയും. അമ്മയെ വെല്ലുവിളിച്ചൂടെ 10 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഒരിക്കലൊക്കെ വെല്ലുവിളിച്ച് എപ്പോഴും പഠിക്കുകയായിരിക്കും എന്തെങ്കിലുമൊക്കെ. ഹിന്ദി ഹൈസ്കൂളിൽ ഹിന്ദി പഠിപ്പിക്കാൻ പറ്റുന്ന ഹിന്ദി ഭൂഷൺ അല്ലെ അതും പാസ്സായിരുന്നു. രാഷ്ട്രപതി അത് ഹിന്ദി ഭൂഷൺ എന്ന് പറയുന്ന അതും പാസ്സായി. അപ്പം ഹൈസ്കൂളിൽ ഹിന്ദി പഠിപ്പിക്കാനുള്ള ആ ഇതുണ്ട്. പിന്നെ എനിക്ക് സംസ്കൃതം അറിയാം, ഹരിനാമകീർത്തനം, രാമായണം, ഭാഗവതം ഒക്കെ നല്ല സുന്ദരമായിട്ട് വായിക്കുമായിരുന്നു. പൂജയെടുപ്പ്, ജന്മാഷ്ടമി അങ്ങനെയുള്ള സമയങ്ങളെല്ലാം വെല്ലുവിളിച്ച് ഭാഗവതം വായിക്കുകയും ആൾക്കാർ കേൾക്കാനായിട്ട് വരിക. അപ്പനും കൂടെ കൂടും. ഹരിനാമകീർത്തനമൊക്കെ കംപ്ലീറ്റ് കാണാൻ അറിയായിരുന്നു. ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, നല്ലപോലെ അതെല്ലാം അറിയുകയും പുരാണങ്ങളാണെങ്കിലും ഇംഗ്ലീഷ് നല്ല സുന്ദരമായിട്ട് പ്രൊനൗൺസിയേഷനും നല്ല ലാംഗ്വേജിൽ വെല്ലുവിളിച്ച് പറയും. ഹിന്ദി നല്ലപോലെ ഫ്ലുവൻ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾക്കെല്ലാം ഒരു പെർഫെക്റ്റ് വുമൺ എന്നുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഉള്ളു സങ്കടം, പക്ഷെ അതൊന്നും വെല്ലുവിളിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഇത്രയൊക്കെ ഏബിൾ ആണെന്ന് വെല്ലുവിളിക്ക് ഒരു തോന്നലില്ല. നമുക്കെല്ലാം വെളിയിൽ നിൽക്കുന്നവർക്കെല്ലാം വെല്ലുവിളിച്ച് ഇത്ര ഏബിൾ ആണല്ലോ, ഇല്ലെങ്കിൽ ഇത്ര ഏബിൾ ആയിട്ടുള്ള ഒരാളുടെ മോളാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. ആ ഒരു ചുറ്റുപാടിൽ നിന്ന് വേറെ ആരും എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും TTC ആ ഒരു ലെവലിൽ കൊണ്ട് നിർത്തിയവരാ. ബാക്കി ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് TTCയിലെ B.Ed കഴിഞ്ഞ് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ടീച്ചേഴ്സ് ഒക്കെ കുറെ പേരുണ്ടെങ്കിൽ അവരൊക്കെ ആ ഇതേ ഉള്ളൂ. വെല്ലുവിളിച്ച് പക്ഷെ ഡിഗ്രി, ആ ഡിഗ്രിയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ PSC കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഡിഗ്രിയുടെ റിസൾട്ട് വരുന്നത് തന്നെ. പിന്നെ ഇങ്ങനെ പിന്നെ എല്ലാ കാര്യത്തിലും ഞാൻ എന്റെ അൾട്ടിമേറ്റ് ആയിട്ട് എന്റെ കല്യാണത്തിന് ഉൾപ്പെടെ ഞാൻ വെല്ലുവിളിച്ചോട് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ വിളിക്കുകയും പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തു. കാരണം നമ്മുടെ ആ കൺസേൺസ് ഒന്നും അമ്മയ്ക്കും അച്ഛനും പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യത്തില്ല. അച്ഛനും നിനക്ക് തോന്നുന്ന അങ്ങനെ പറയായിരുന്നു. അച്ഛനും നിനക്ക് അങ്ങനെ തോന്നില്ല, നിനക്ക് ഭയങ്കര ടെൻഷനായി, അതിനെക്കുറിച്ച് ഇല്ലാത്ത കുറെ ആലോചിക്കുക, ചിന്തിക്കുക എന്നൊക്കെ പറയും. പക്ഷെ അത് വെല്ലുവിളിച്ചെന്ന് പറയുമ്പോൾ വെല്ലുവിളിക്ക് അത് മനസ്സിലാവുകയും തിരക്കുകയും പറയുകയും ഒക്കെ. എനിക്ക് കല്യാണത്തിന് ഭയങ്കര ടെൻഷൻ, എങ്ങനെയാ എന്തുവാന്ന് അറിയാം. പെട്ടെന്ന് കല്യാണം നിശ്ചയിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ വെല്ലുവിളിച്ച് ഞാൻ കൃഷ്ണചേട്ടനെ വിളിച്ചു, വിളിച്ചു. പിന്നെ വെല്ലുവിളിച്ച് ചാടി വന്നിട്ട് പിന്നെ എന്നെ പത്തനംതിട്ട കൊണ്ടുപോയി കാണിച്ചു. ബാലിച്ചേട്ടനൊക്കെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി വെല്ലുവിളിച്ച് വന്നിട്ട്. അങ്ങനെയൊക്കെ ഒത്തിരി ആ ഒരു എന്റെ ലൈഫിന്റെ ഒരു പാർട്ട് ആൻഡ് പാർസൽ. അതിനെ ഒട്ടും തന്നെ നമുക്ക് മാറ്റി നിർത്തി വെല്ലുവിളിച്ച് മാറ്റി നിർത്തി എനിക്ക് ചിന്തിക്കാതെ അങ്ങനെ പറ്റാതെ. ഇന്നത്തെ പ്രത്യേകത തരാനായിട്ട് നമ്മുടെ ബർത്ത്ഡേ എവിടെ നിന്നാ തിരിയല്ലേ
third wicket down. Karanje ഇത്ര ലെങ്തി സ്പീച്ച് ഞാൻ പറയുന്ന ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വളരെ ഹേർട്ട്ഫുൾ ആയിരുന്നു. താങ്ക് യു താങ്ക് യു. അമ്മയോട് ബാക്കിയുള്ളത് മാറാം. ഞങ്ങൾ ആക്ച്വലി അമ്മ വളരെ ഷോർട്ട് സ്പീച്ചസ് കൊടുക്കുന്നത്. ഞാൻ ഇത്ര ലെങ്തി ആയിട്ട് അമ്മ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അതെ, വളരെ ഹൃദയസ്പർശിയായി നമ്മുടെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി. താങ്ക് യു സോ മച്ച്. ഏതായാലും അമ്മ ഒരു സംഭവമാണുള്ള നമ്മൾ അതെ, ചുമ്മാ അപ്പൊ ദേവു, നിനക്കൊരു കാര്യമുണ്ട്. ഈ ക്രൗഡിന്റെ ഇടയ്ക്ക് ഒരു ആർട്ടിസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. ആരാണത്? Any guesses? Okay, വേറെ ആരെങ്കിലും? Any guesses? നിനക്കെന്തോ? അതെ, പിന്നല്ല ആരാ? അപ്പൊ അനുയോജ്യ വിളിച്ചാലോ? Yes, sure. Okay, so ladies and gentlemen, it's time to welcome a truly remarkable woman to the stage. She is a proud mother of a talented playback singer and a former national badminton player. a state-level badminton player herself, she holds multiple degrees and qualifications, but chose to devote her life serving her family. A decision made out of pure Bluetooth well. Hailing from the celebrated Tekkeda Kudumbam, she is the only cherished sister of two strong-willed brothers. Soft in nature, yet bold in her talents, she is all set to deliver a stellar performance for us. Let's welcome Mrs. Sudha with a loud round of applause.
തിരുവോണത്തിരുനാളായി തിരുനീറിയ വരവേൽക്കാൻ തില്ലാന പാടി വരും കാറ്റേ. കസവിന്റെ കോടിയുമായി ഉണ്ണാൻ വാ ഉണ്ണിയോടെ പുന്നെല്ലിൻ ചോറും പപ്പടവും. കസവിന്റെ കോടിയുമായി ഉണ്ണാൻ വാ ഉണ്ണിയോടെ പുന്നെല്ലിൻ ചോറും പപ്പടവും. തൂശനിലെത്തുമ്പോഴും കൂട്ടാനുണ്ടയ്യ തമ്പ്രാനും സദ്യയൊരുക്കേണം. തൂശനിലെത്തുമ്പോഴും കൂട്ടാനുണ്ടയ്യ തമ്പ്രാനും സദ്യ വിളമ്പേണം. വയറോളം മനസ്സുണ്ടരേണം. തിരുവോണത്തിരുനാളായി തിരുനീറിയ വരവേൽക്കാൻ തില്ലാന പാടി വരും കാറ്റേ. സഖ്യന്റെ താഴ്വരയും തേനുണ്ണാൻ പോയി വരും പൂത്തുമ്പി പെണ്ണായി കണ്ടോ. പൂറ്റ വടിക്കേറി പൂക്കട്ടു വിരിക്കേറി നേരുള്ളൊരു പൂക്കളം എഴുതേണ്ടേ. ഓ പൂവേ പുലിപ്പാടി നടക്കേണ്ടേ. തിരുവോണത്തിരുനാളായി തിരുനീറിയ വരവേൽക്കാൻ തില്ലാന പാടി വരും കാറ്റേ. ഒന്ന് പോലെ requesting Dr. Rajiv to come on stage. Birthday girl Venu. Okay, now, what are you going to do? Now, ladies and gentlemen, it's my privilege to introduce someone who holds a very special place in Amumma's life. He may be her brother-in-law by relation, but the bond they share is nothing short of her own brother. A man with commendable early career in the Air Force and later a successful entrepreneur. He is the proud father of 2 accomplished children and a loving grandfather to 3 gorgeous girls. One being me. Okay, not for his readiness to serve anyone at any time, he is selfless, ambitious, and deeply committed to caring for those he loves. Please put your hands together for Mr. Rajiv. എനിക്ക് ശാല പ്രയാസപ്പെടുക ഞാൻ ആദ്യം ഇങ്ങനെ 85-ാം പിറന്നാള് ആഘോഷിക്കുന്നതിന് താല്പര്യമെടുത്ത മഹേശ്വരി മാലിന് മുമ്പ് എന്റെ മകൾ ഞാൻ പ്രത്യേകം ബാബുവിനെയും ദേവുവിനെ അഭിനന്ദിക്കുന്നു. കാരണം ഞാൻ ഈ 2-3 ദിവസം മുമ്പ് വരെ ഈ പറഞ്ഞ മാതിരി എന്റെ മകൾ ഇവിടെ പറഞ്ഞു ആവർത്തനമാണെന്ന് ധരിക്കരുത്. നമുക്കിതിനെക്കുറിച്ച് യാതൊരു അറിവില്ലായിരുന്നു. അവൻ അറിവ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ആരൊക്കെ പോകുന്നു ആരൊക്കെ വരുന്നു ചോദിച്ചു. അവൻ അമ്മിണിയമ്മയ്ക്ക് ആണെങ്കിലും 2 അമ്മിണിയമ്മ എന്ന് പറഞ്ഞതിന്റെ ചേട്ടൻ 2 പെൺമക്കളുണ്ട്. എനിക്ക് ഒരു പെണ്ണും ഒരാളുണ്ട്.
അനിയത്തിയെ കല്യാണം കഴിക്കുന്നത് 71. അപ്പൊ മുമ്പേ അവള് പറഞ്ഞ മാതിരി അന്ന് സിന്ധൂര് എനിക്ക് തോന്നുന്നു 1.5 വയസ്സിന്റെയോ 1.5 വയസ്സാണ്. കുട്ടികളുടെ മാതിരി ഞാൻ ചെല്ലുമ്പോ തന്നെ ആദ്യം എന്റെ സിന്ധുവിനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പത്മിനിയമ്മയെ കണ്ടത്. അപ്പൊ എന്ത് വന്നാലും ഇവള് പറഞ്ഞ മാതിരി അന്ന് ഇവര് ചേട്ടത്തി അനിയത്തിയും നമ്മൾ സാധാരണയിൽ കവിഞ്ഞെന്തോ ഒരു അറ്റാച്ച്മെന്റ് സ്നേഹം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതിനോടൊപ്പം ഒറ്റ ഒരു അനുഭവം പറഞ്ഞാൽ നിർത്താം. ഞാൻ പത്മത്തിനെ കണ്ടുമ്പോൾ നിശ്ചയം നടന്നില്ല. അപ്പോൾ എയർഫോഴ്സിൽ ഇവരുടെ അമ്മാവന്റെ മകൻ 62 വെച്ചോ മരണപ്പെട്ടു പോയി. അവരുടെ പെട്ടിയൊക്കെ വന്ന് ആ ദുഃഖത്തിലായിരുന്നു ഇവരുടെ കുടുംബം മൊത്തത്തിൽ. അപ്പോൾ ഒരു മിലിറ്ററിക്കാരൻ്റെ ഒരു ആലോചന വന്നപ്പോഴും ഇവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ആർമി എയർഫോഴ്സുമായിട്ടൊക്കെ ഏതാണ്ടൊക്കെ ചെറിയ വ്യത്യാസമുണ്ടെന്ന് ഏതാണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചേട്ടത്തി അല്ലെങ്കിൽ മഹേശ്വരി അമ്മ അന്ന് ഞങ്ങളവിടെ ഉണ്ടായിരുന്ന 1-2 ബിസിനസ് പാർട്ടികളുമായിട്ട് ആലോചിച്ചു. ഞാനെങ്ങനെയുണ്ട് എൻ്റെ അനിയത്തെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട്, മിലിറ്ററിയിലാണ്, മറ്റ് ഫാമിലി ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചപ്പോഴും താല്പര്യമായിട്ട് എടുത്തു. കാരണം അവർ പറയും അമ്മായച്ചൻ അന്നേരം അത്രയും മുമ്പേ പറഞ്ഞ മാതിരി വലിയതില്ല. അപ്പോൾ എല്ലാം അന്ന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ തൊട്ടേ മഹേശ്വരി അമ്മയാണ് കടകളിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടു. അങ്ങനെ ഞാൻ ആദ്യം ഭർത്തനെ കണ്ടുപിടിച്ച് തിരിച്ചെൻ്റെ വീട്ടിൽ ചെന്നത് എൻ്റെ ആത്മാന സുഹൃത്ത് വർഗീസിന്റെ ബ്രദറാണ് ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയത്. അപ്പൊ ഈ വർഗീസ് എന്നോട് പറഞ്ഞു, ഇയാള് ഇങ്ങനെ മൈശ്വര്യമ്മയുടെ ചേട്ടത്തി രാജ്യത്തെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അവിടെ സ്കോഡ് കയറി ഒരു പരിശോധന നടത്തി. അത് നമ്മളെ സഹായിക്കണം. ഞാൻ കല്യാണം നിശ്ചയിച്ചു പോലും ഞാൻ പോയിട്ട് വന്നതേ ഉള്ളൂ. എങ്കിലും ഞാനൊന്ന് പറയാമെന്ന് പറഞ്ഞ് ഞാനും ഈ പറയുന്ന വർഗീസിനോട് പത്തനംതിട്ട ഓഫീസിൽ പോയി. വർഗീസിനോട് ഞാൻ പറഞ്ഞു വിളിക്കുന്നില്ല, ഞാനത് കയറാം. ഞാൻ ഇത് അവതരിപ്പിച്ചപ്പോഴേ എന്നോട് പറഞ്ഞ അനിയത്തിയെ കല്യാണം കഴിക്കുന്നു എന്ന് വിചാരിച്ച് ഓഫീസ് കാര്യങ്ങളൊക്കെ കൈകാര്യം മറുപടി അത് തന്നെങ്കിൽ തന്നെയും അതിനുശേഷം ഒരു ഡ്രാഫ്റ്റ് എഴുതി തന്നു. അപ്പം ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ട് 6 മാസം കഴിയാതെ സ്കോഡ് കയറി പരിശോധിക്കാൻ പാടില്ല. അത് അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ നിയമമാണ്. അതുകൊണ്ട് ഈ ലെറ്റർ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ലെറ്റർ കൊടുത്ത് അത് പരിഹരിക്കുകയും ചെയ്തു. പിന്നെ രണ്ടാമത് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നില്ല, രണ്ടാമത്തെ കല്യാണത്തിന്റെ കാര്യമാണ്. അപ്പൊ ഞാൻ ആദ്യം ഒരു സത്യത്തിൽ ഈ ഗൾഫുകാരുമായിട്ട് ആലോചിച്ച പല എന്ത് ഞാൻ തെരഞ്ഞെടുപ്പ് 2 പാർട്ടി എന്നെ കയറി ക്വസ്റ്റ്യൻ ചെയ്തു. ഒരു എനിക്ക് തോന്നുന്നത് ചേട്ടനാ, കൊല്ലത്തെ ചേട്ടനാ വാര്യത്തിലേന്ന് കണ്ടൊരു ആലോചന. അത് കഴിഞ്ഞ് കുമ്പഴെന്ന ഒരു ആലോചന. എന്താണ് ഞങ്ങൾക്ക് പോരാടിയ, എന്താണ് നിങ്ങൾ പുറമോട്ട് മാറുന്നത് എന്നൊക്കെ. അപ്പൊ ബാലുവിന്റെ അച്ഛനാ ആദ്യം എന്നെ എടുത്തു വരും. അപ്പൊ ഞാൻ ബിസിനസ് ഇങ്ങനെ കടയിലേക്ക് പുള്ളിയുടെ ഒരു അനിയൻ, ഒരു കസിൻ അവിടെ പ്ലൈവുഡ് കടയായിട്ടുണ്ട്, ശശി. അപ്പൊ എന്നോട് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, പുള്ളി എടുത്തില്ല. അതാ പറഞ്ഞ അതാ മകനിക്കില്ലെന്ന് തോന്നല്ലോ. അത് പിന്നെ ചേട്ടനൊക്കെ അറിയുന്നു. അവർ ചിലപ്പോൾ ഇങ്ങനെ ആ രീതിയിൽ വന്നു. പിന്നെ എനിക്കൊരു താല്പര്യം വന്നെങ്കിൽ ഇപ്പൊ എന്റെ മകനോട് സൂചിപ്പിച്ച മാതിരി അന്ന് ചില കാര്യങ്ങളുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഞാനിപ്പം പറയാം, പലരും എടുത്തിക്കൊണ്ട് പറയാം. ഞാൻ ചെന്നപ്പോൾ സത്യസന്ധമായ കാര്യങ്ങളുള്ളൂ. ഞാൻ സൗദിയിലാണ്, എന്റെ വിസയുടെ കാലാവധി തീർന്നിരിക്കുകയാണ്. ഇനി സൗദിയിലോട്ട് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ സത്യസന്ധതയാണ് എന്റെ രക്തത്തിൽ അന്നും ഇന്നും. അപ്പൊ ആ ഒറ്റ കാരണം വെച്ചുകൊണ്ട് ഞാനത് എനിക്ക് താല്പര്യപ്പെട്ടു. അപ്പം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ അനിയത്തിയുടെ മകളാണെങ്കിൽ എനിക്ക് ചില ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന വൈശ്വര്യം എന്നെ വിളിച്ചു. അതാണ് മകൾ മുമ്പേ സൂചിപ്പിച്ചത്, ഇങ്ങനെ കൊണ്ടുപോയെന്നും വായിച്ച് വ്യത്യാസമുണ്ടെന്നും. ഏതാണ്ടൊക്കെ ചുരുക്കം പറഞ്ഞാൽ അവരിവിടെ തൃപ്തിപ്പെട്ടെങ്കിൽ ഇതേ കല്യാണം നടത്തത്തുള്ളൂ എന്നുള്ള ആ സ്ട്രോക്ക് പോയിട്ട് തന്നെ ഉള്ളൂ. അന്ന് ആ കാര്യത്തിലും ഈ പറഞ്ഞ മാതിരി പിന്നെ ബാക്കി തുടർച്ചയായ എല്ലാ കാര്യങ്ങളിലും അന്ന് തൊട്ട് ഇന്ന് വരും ഞങ്ങൾ ആ ബന്ധം തുടർന്ന് പോകുന്നുണ്ട്. പറഞ്ഞ മാതിരി ഇപ്പോൾ ഇവർ തന്നെ തിരുത്തിയില്ലേ, എനിക്ക് തിരുത്തിയ വിഷയമല്ല, ഞാൻ പറഞ്ഞത് ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടില്ല. ആ അമ്മയുടെ സ്വഭാവം തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും താക്കങ്ങളുണ്ടാകും, വാദപ്രതിവാദങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ചില ഇപ്പം ഞാൻ പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങൾക്ക് അവരെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയുന്നത് ഇവിടെ ആരോ പറഞ്ഞ മകൾ ഉദ്ദേശിച്ച് കൂടുതൽ സമയം കളയുന്നു. അങ്ങനെ 1-2 അനുഭവമുണ്ട്. ഞാൻ പറയുന്നത് ഈ കൊച്ചമ്മണി എന്ന് പറയുന്ന വനിത ആ സമയത്ത് കോന്നിയിൽ
ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്താൽ മധുബോധ കൊച്ചമണി അനിയത്തിക്ക് വാങ്ങിച്ചു കൊടുത്താൽ ഞാൻ അവിടെ ഇച്ചിരി വസ്തു വാങ്ങിച്ചു, ഞാൻ വാങ്ങിച്ചു തരാം. സത്യം പറയാം, വീട്ടുകാരനെ കിട്ടുന്നത് വാങ്ങിക്കും, അത് കൊച്ചമണി വാങ്ങിച്ചു കൊടുത്താൽ. അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ അമ്മായി അമ്മയുടെ അനിയത്തിമാരുടെ അടുത്ത് തന്നെ പോയി, അവർ 5 പേരാണ്. അവിടെ ചെന്നപ്പോഴും പറഞ്ഞു, അയാൾ ആരാ വരാൻ? അമ്മണി വന്ന് എന്നോട് പറഞ്ഞു, അമ്മണി വന്ന് എന്നോട് പറയണം. അപ്പൊ നമുക്ക് അതേ ഒരു പോയിട്ടില്ല, എന്റെ അമ്മണിക്കാണ് പോയിട്ട്. അതുകൊണ്ട് അന്ന് നമ്മളിത് പറഞ്ഞ മാതിരി കൂടുതൽ പറയുന്നില്ല, ആ ഇന്ദിരാഗാന്ധിയുടെ മാതിരി തീരെ വനിതയായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ച് ഞാൻ അതുപോലെ എവിടെ പോയാലും ഇപ്പൊ ഓരോന്ന് പറയുമ്പോഴേ ഏതാ BSc റാങ്കോടുകൂടി പാസ്സായെന്ന് പറയുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ല. ഞാൻ ബാംഗ്ലൂരിൽ ചെന്ന പാവം ഇംഗ്ലീഷിലാണ് വരുന്നത് എന്തൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇംഗ്ലീഷ് അറിയാൻ മേലാത്ത ഒരാളായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നത്തെ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി, പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അവൾ പറഞ്ഞ മാതിരി ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇത് എന്റെ കുടുംബത്തിൽ ഫസ്റ്റ് ടൈമാണ്. അതിനെ പ്രത്യേകം പാർവതിനെയും ദേവുവിനെയും അഭിനന്ദിക്കുന്നു. ഇതിനിങ്ങനെ ഞങ്ങളുടെ എന്റെ വീട്ടിലാണെങ്കിൽ ഉള്ള പറയാൻ കേക്ക് കുറിക്കും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ വീണ്ടും ഇവരെ രണ്ടുപേരെയും നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങൾ അമ്മയുടെ പേരിൽ നന്ദി. അടിപൊളി അടിപൊളി. പോലെ പോലെ ഞാൻ തീർന്നു, ഞാൻ പറയാം. അല്ല, അങ്ങനെ ഫ്രീ കൊടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും റിട്ടേൺ ഗിഫ്റ്റ്സ് ആണോ? അങ്ങനെ ഫ്രീ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ദേവ് ഇവിടെ നമുക്ക് ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എത്ര പേർക്ക് അമ്മൂമ്മേനെ ഇച്ചിരി കൂടെ ഡെപ്തിൽ അറിയാവുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കാം. ശരിയാ, അടിപൊളി അല്ലേ? നോക്കാം. ഓക്കെ, എവരിബഡി റെഡി? നമ്മള് ഇതിന് ഞങ്ങളൊരു ക്വിസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അബൌട്ട് അമ്മൂമ്മസ് ലൈഫ്. അതിന് പേടിയുണ്ട. ഇതിന്റെ ഉത്തരം ഞങ്ങൾക്ക് പോലും അറിയില്ല. അതിനാണ് അമ്മൂമ്മയുടെ പ്രസൻസിൽ നമ്മൾ ക്വിസ് നടത്തുന്നത്. ഇതിന്റെ അമ്മൂമ്മയ്ക്ക് അറിയാം. അമ്മൂമ്മയ്ക്ക് അറിയാം. അപ്പൊ തുടങ്ങാം. അപ്പൊ ഫൈനൽ ആൻസർ പറയുന്ന അമ്മൂമ്മയായിരിക്കും. അമ്മൂമ്മ തീരുമാനിക്കും ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്നാണ്. ഇതില് ഒരു റൂള് മാത്രമേ ഉള്ളൂ. ഈ ഗെയിമില് ഒരു റൂള് മാത്രമേ ഉള്ളൂ. ഈ റൂള് ബ്രേക്ക് ചെയ്യാൻ പാടേയില്ല. ഒരു റൂള് മാത്രമേ ഉള്ളൂ. ഇതിന് ഉത്തരം അവിടെ ഇരിക്കുന്ന സിന്ധു എന്ന് പറയുന്ന ആൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ലാസ്റ്റ് ആർക്ക് പറഞ്ഞെങ്കിൽ പറയാം. ആരും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പാസ് വരും. ഓക്കെ, ലൈഫ് ലൈൻ പോലെ സിന്ധു. വേറെ ആർക്കും പറയാൻ ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ മാത്രം. അപ്പൊ തുടങ്ങാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ റെഡി ആണ്, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ആകാംക്ഷ വരുന്നതായിട്ട്. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ നമുക്ക് ഏർലി ലൈഫിൽ തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വാസ് അമ്മൂമ്മ ബോൺ? അമ്മൂമ്മ ജനിച്ച സ്ഥലം. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണോ? What is Ammuma's full name, including her maiden name? ഫുൾ നെയിം മഹേശ്വരിയമ്മ. അല്ല, ഇനിഷ്യൽ Rule break ചെയ്തു. Gift തിരിച്ച. Rule break. എക്സ്പാൻഷൻ കേശവൻ നായർ. അല്ല കേക്കയാ അത് full ചേർത്ത് പറയാം. Full ഒന്ന് ചേർത്ത് പറയാം. അപ്പൊ Full ചേർത്ത് പറയാം. Full പേര്.
കടകൽ കേശവൻ നായർ KK മഹേശ്വരി അമ്മ ഔദ്യോഗിക പേര് കടകൽ. Correct ആണോ അമ്മേ? Correct. Okay. ഓക്കെ ഇനി അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു അമ്മുമ്മയുടെ ഫേവറേറ്റ് സബ്ജക്ട് ഇൻ സ്കൂൾ? സ്കൂൾ മാത്സിന് ഉത്തരം മാറ്റിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ അമ്മുമ്മ? ഏതാ ഏറ്റവും So, അടുത്ത what was Amumma's favorite school or college memory? Favorite. കഥയോട് ഉണ്ടാക്കി പറയണ്ട, ചിലപ്പോ നടന്നാണ്. ഞാൻ പറയട്ടെ. അതെ, അമ്മൂമ്മയുടെ ക്ലാസ്സിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പത്തനംതിട്ട കാത്തലിക് കോളേജിലാണ് പഠിച്ചത് ഡിഗ്രിക്ക്. അപ്പോൾ അമ്മൂമ്മയുടെ ക്ലാസ്സിലുള്ളവരെല്ലാം കുറെ വർഷങ്ങളൊക്കെ തോറ്റ് കടന്ന് മീശക്കൊമ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ മീശക്കൊമ്പന്മാരെങ്കിലും പുറത്തെ ബെഞ്ചിലായിരിക്കും. അമ്മൂമ്മ ഏറ്റവും കൊച്ചാണ്, ഷോർട്ടാണ്, ഇച്ചിരിയേ ഉള്ളായിരുന്നു. അപ്പൊ അമ്മൂമ്മ ഇങ്ങനെ ഫ്രണ്ട് ബെഞ്ചിലായിരിക്കും. അപ്പൊ അമ്മൂമ്മ എല്ലാ സാറുമാരും അല്ല എല്ലാത്തിനും നല്ല മാർക്കൊക്കെ വാങ്ങിക്കുമ്പോൾ സാറുമാരെയും മീശക്കൊമ്പന്മാരെ എന്ത് വാടായി കൊച്ചിനെ നോക്കി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മൂമ്മ പൊക്കിയെടുത്ത് ഡെസ്കിന്റെ പുറത്ത് വെച്ചിട്ട് കാണാനില്ലല്ലോ നീ എടുത്ത് വെച്ചിട്ട് എല്ലാവരും പറയും നോക്കി പഠിക്കണം കൊച്ചിനെ എന്ന് പറയുമായിരുന്നു. അത് അമ്മൂമ്മ എപ്പോഴും ഇങ്ങനെ വളരെ കാര്യമായിട്ട് ഇങ്ങനെ പറയരുത്, എന്റെ ക്ലാസ്സിൽ എന്നെ ഇങ്ങനെ ചെയ്യുമായിരുന്നു സാറന്മാരൊക്കെ എന്ന് പറഞ്ഞിട്ട്. അതായിരിക്കുമോ ഓക്കെ ഒരു അന്തർധാന സജീവമാണ്. ഓക്കെ അപ്പൊ അടുത്ത ഒരു ചാൻസ് എല്ലാവർക്കും വരികയാണ്. എന്തായിരുന്നു അമ്മൂമ്മയുടെ പെറ്റ് നെയിം? കൊച്ചമണി എന്നോട് അമ്മ പറഞ്ഞില്ല. കൊച്ചമണി എന്നറിയപ്പെടുന്നു. അമ്മ പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. കുഴപ്പമില്ല. ഓക്കെ എല്ലാവർക്കും അത്യാവശ്യം. നെക്സ്റ്റ് സെക്ഷൻ. Okay, next section is prayer section. What time does Ammumma pray every day? What time does Ammumma pray every day? മോർണിംഗ് ആണോ ഈവനിംഗ് ആണോ? രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് ക്ലൂ രാത്രി 24 മണിക്കൂറിൽ ഏതെങ്കിലും സമയം. ഓക്കെ ഒരു ഓപ്ഷൻ കിട്ടി. ഈവനിംഗ് 6 o'clock. രാവിലെ എഴുന്നേറ്റ ഉടനെ ഉണ്ട്. ആ പറഞ്ഞ രാവിലെ ഇതിനെന്താ വൈകുന്നേരം പിടിക്കും? അമ്മ രാവിലെ ഫൈനൽ ആൻസർ. Final answer എന്നാ correct answer. എപ്പോഴാണ് അമ്മമ്മ പ്രാർത്ഥിക്കുന്ന സമയം. അപ്പൊ അമ്മയ്ക്കാണ് പോയിന്റ് കിട്ടി. അപ്പൊ ശരിക്കും നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന സമയം 6 മണിയാണ്. ഡെയിലി ഭജന ഉള്ള സമയം. ഓക്കെ ഇതെല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. സിമ്പിളാ. ഓക്കെ ഏത് ഡിവോട്ടിയാണ് സോറി ഡിവോട്ടി ടു വിച്ച് ഗോഡ്? കൃഷ്ണ. Famous story of her Krishna Vigraham. ഞാൻ പറയാം. ഓൾറെഡി കരഞ്ഞിട്ടിരിക്കുകയാണ്. അതെ അതൊന്നും ഉറപ്പില്ല. അത് അമ്മ ഇങ്ങനെ കൊച്ചായിരിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ വീടെന്ന് പറയുന്നത്
അച്ചൻകോവിൽ ആറിന്റെ കരയ്ക്കുള്ള വീടാണ്. അപ്പം ഈ ചന്തയിലൊക്കെ ഇങ്ങനെ പോകുന്നവരും വരുന്നവരും ഒക്കെ ഈ വീട്ടിൽ കയറിയിട്ടാണ് സംഭാരമോ കഞ്ഞികളോ ഒക്കെ കുടിച്ചിട്ടൊക്കെ ഇങ്ങനെ എപ്പോഴും പോകുന്നത്. ഈ കച്ചവടക്കാർ വരുന്നവരും കടത്തുണ്ട്. അപ്പൊ അക്കരെ പോകുന്നവരൊക്കെ ഇവിടെ കയറിയിട്ടാണ് ഒന്ന് വിശ്രമമോ അങ്ങനെ ഒന്ന് ഇരുന്നിട്ട് പോകല്. ഈ ഉച്ചക്കലത്തെ ചൂടും ഒക്കെ കൊണ്ട് വരുന്നവരല്ലേ കച്ചവടം കഴിഞ്ഞിട്ട് കോന്നി ചന്തയിൽ പോയിട്ട് വരുന്നവരായിരിക്കും. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഒരു ഈ വിഗ്രഹം കൊച്ചി കൈവച്ചൊക്കെ ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ ഇങ്ങനെ കൊട്ടയിൽ ഒരൊറ്റ കൃഷ്ണൻ മാത്രം മിച്ചമുണ്ട് ആ കൊട്ടയിൽ. ആ ഇതുമായിട്ട് വീട്ടിൽ വന്ന് അങ്ങനെ ഇരുന്നിട്ട് പുള്ളിക്ക് കഞ്ഞോളമോ സംഭാരമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അമ്മ കൊച്ചാന്ന് 12 വയസ്സല്ലേ, 12 വയസ്സുള്ള അമ്മ കൊച്ചമ്മണി ഇങ്ങനെ അവിടെ നിന്നിട്ട് ആ കൃഷ്ണനെ തന്നെ ഇങ്ങനെ നോക്കി ഇരിക്കുക. അപ്പം പിന്നെ കുറേ നേരം അങ്ങനെ അവിടെ കുറച്ച് സമയം ഇരുന്നു. കാരണം ക്ഷീണമുള്ളത് കൊണ്ട് ഭാരമൊക്കെ എടുത്ത് പോയിട്ട് വന്ന ആളായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ കൃഷ്ണനെ ഇങ്ങനെ കണ്ടിട്ട് അമ്മയ്ക്ക് കണ്ടെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ആ കൃഷ്ണനെ പിന്നെ എന്താണ് ആ കച്ചവടക്കാരൻ പറഞ്ഞു, മോക്ക് കൃഷ്ണനെ വേണോ, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അപ്പം പിന്നെ അമ്മ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എനിക്ക് തരുമോന്ന്, അങ്ങനെയല്ല തരുമോന്നല്ല, അങ്ങനെ ജസ്റ്റ് എന്നുള്ള രീതിയിൽ തലയാട്ടി. അപ്പം ആ പുള്ളിക്കാരൻ ആ കൃഷ്ണനെ എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു മോള് വെച്ചോ. അപ്പൊ അമ്മൂമ്മയൊക്കെ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട തിരിച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞ് അമ്മ മനസ്സിലുള്ള തിരിച്ചു കൊടുത്തു. അങ്ങനെ വീണ്ടും ഇങ്ങോട്ട് കൊടുത്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അവസാനം അങ്ങനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു വന്നു. സാരമില്ല വലിയായി അവസാനം അമ്മയുടെ കൊടുത്തു. സാരമില്ല മോള് വെച്ചോട്ടെ, എനിക്ക് അതിന്റെ കാശൊന്നും വേണ്ട. അപ്പൊ അമ്മ പറഞ്ഞു ഇവിടെ ഇതിന് തരാൻ കാശൊന്നും ഇപ്പൊ ഇല്ല. വലിയ വീടൊക്കെ ആണെങ്കിലും പണ്ട് ഈ നെല്ലും അരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാശോ അങ്ങനൊന്നും വെച്ചേക്കാറില്ല. പൊതുവെ സ്ത്രീകളുടെ കയ്യിലൊന്നും അങ്ങനെ പൈസകളൊന്നും ഉണ്ടായിരുന്ന കാലമല്ല. അപ്പോൾ അവര് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം. അപ്പൊ പറഞ്ഞു അതൊന്നും വേണ്ട, ഇത് ഞാൻ മോക്ക് കൊടുത്തതാന്ന് വെച്ചോ, കൃഷ്ണനെ മോക്ക് വേണ്ടുന്നതാ, ഇരിക്കേണ്ടതാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് വന്നതെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൊടുത്തിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ ആ കൃഷ്ണനെ എന്താ പറയുക സ്വന്തം ജീവൻ പോലെ അങ്ങനെ തന്നെ പറയണം. അങ്ങനെ രാവിലെ അമ്മ രാവിലെ പച്ചവെള്ളം കുടിക്കുന്നത് പോലും ആ കൃഷ്ണന് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ അടിപ്പോയി അടിച്ച് കുളിച്ച് ഈറനോടെ എന്ന് വെച്ചാൽ അത്രയ്ക്ക് പദ്യത്തോടു കൂടി വന്നിട്ട് ആ കൃഷ്ണനെ ഒരു സെപ്പറേറ്റ് ഒരു മുറിയിലാണ് വെച്ചിരിക്കുന്നത്. വീടെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഈ പത്തായപ്പുര എന്ന് പറയുന്ന അവിടെ ഒരു മുറിയുണ്ട്, അവിടെ വെച്ചിരിക്കുന്നത്. കാരണം വേറെ ആരും അങ്ങനെ കയറി അശുദ്ധമാക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കൃഷ്ണന് പിന്നെ പാലും പഴമോ അങ്ങനെ എന്തൊക്കെയാ പ്രസാദമോ നേദിക്കുക, ഗായത്രി മന്ത്രം ജപിക്കുക, അങ്ങനെ അമ്മയ്ക്ക് അറിയാവുന്ന സകല മന്ത്രങ്ങളും അവിടെ ഇരുന്നാണ് ഈ ഭാഗവതവും അത് ഇത് വരുന്നവോ കീർത്തനവും ഒക്കെ പറയാനും പഠിക്കാനും എല്ലാം ശീലിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ദിവസവും ഇതെല്ലാം കഴിഞ്ഞ് 1-2 മണിക്കൂറത്തെ പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് 4 മണിക്ക് എഴുന്നേറ്റാണ് ഇതെല്ലാം. 6-6:30 മണിക്ക് എന്നിട്ട് റെഡിയായി വേണം അമ്മയ്ക്ക് പത്തനംതിട്ട പിന്നെ അല്ല അന്ന് സ്കൂളിലാണല്ലോ അത് കഴിഞ്ഞിട്ടുള്ള ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്കൂളിലും കോളേജിലും ഒക്കെ വർഷങ്ങളോളം ഇതേ ഒരു ചര്യ എന്ന് വെച്ചാൽ അമ്മയാണ് പിന്നെ എന്ത് വിഷമമുണ്ടെങ്കിലും കൃഷ്ണനോടാണ് പറയുന്നത്. എന്ത് വിഷമമാണ് അന്നത്തെ കാലത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കാനുള്ള കഷ്ടപ്പാടുകളും അതൊക്കെ എല്ലാം പറയുന്നത്. അപ്പം പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ പേടിയാണ്. ഈ മറ്റേ എഴുത്തിലെ പേന ഇങ്ങനെ മുക്കി എഴുതുന്ന പക്ഷേ മുക്കി എഴുതുന്ന പേനയൊക്കെയാണ് എഴുത്താണി അങ്ങനെ എന്തോ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പം അയ്യോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് പേന ഇങ്ങനെ പേപ്പർ വെച്ച് ആൻസർ ഇങ്ങനെ തന്നെ എഴുതൂട്ടല്ലോ. ഞാൻ കൂടെ ഇല്ലേ എന്നാ ചോദിക്കുന്നത് കൃഷ്ണൻ. അങ്ങനെ ചോദിക്കുന്ന അത്രയ്ക്ക് അടുപ്പമായിരുന്നു ഒരു കൃഷ്ണൻ ആ കൃഷ്ണൻ. അപ്പോൾ അത്രയ്ക്ക് അവർ രണ്ടും അത്ര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് അമ്മ ഇങ്ങ് കൊല്ലത്ത് വന്നു കഴിഞ്ഞപ്പം പിന്നെ എന്താ പറയുക കൃഷ്ണനെ വല്ലപ്പോഴും പോകുമ്പോൾ അവിടെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കും. അപ്പം പോയി വൈകിട്ട് വിളക്ക് വെക്കും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ കൃഷ്ണനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ് എപ്പോഴും. ആൾക്കാർ മൂവ് ചെയ്യുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ വൈകുന്നേരം ഒരു വിളക്ക് വെച്ചാലായി, അപ്പം വെച്ചാൽ വെക്കും, അത്ര തന്നെ. പിന്നെ അമ്മ എപ്പോഴെങ്കിലും പോകുമ്പം ഒന്ന് പോയി തൊഴും, അത്രേ ഉള്ളൂ. പിന്നെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇത്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങൾ 2 മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പം അമ്മയ്ക്ക് സ്ഥിരം നെഞ്ചുവേദനയാണ്. അപ്പം PT പിള്ള എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അല്ല മറ്റേത്
ഹാർട്ടിന്റെ സ്പെഷ്യലിസ്റ്റ് പുള്ളിയുടെ ചികിത്സയിലായിരുന്നു. അങ്ങനെ ദിവസവും മരുന്ന് ഗുളിക ഇങ്ങനെ കഴിച്ചു എത്രയോ ഡോക്ടർമാരെ കണ്ടിട്ട് എന്നും ഹാർട്ടിന് അസുഖമെന്ന് പറഞ്ഞിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കുറെ നാളായപ്പോ ഓരോ ദിവസവും അമ്മ ഇങ്ങനെ ചില ദിവസം പെട്ടെന്ന് നെഞ്ചുവേദന എന്ന് പറഞ്ഞിട്ട് കളക്ടറേറ്റിൽ നിന്ന് അവർ 3ാമത്തെ നിലയിലായിരുന്നു അമ്മയുടെ ഓഫീസ്. അപ്പൊ കസേരയിൽ വെച്ച് ഇങ്ങനെ ആ കസേരയിൽ ആൾക്കാരെ ഓഫീസ് സ്റ്റാഫ് പൊക്കിയെടുത്ത് കസേരയിലെത്തി കൊണ്ടുവന്നിട്ട് എന്ന് വെച്ചാൽ അമ്മയ്ക്ക് അത്രയ്ക്ക് പോലും വയ്യ നെഞ്ചുവേദന വന്നിട്ട് അങ്ങനെ കാറിൽ കൊണ്ടുപോയി ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ഞങ്ങളൊക്കെ സ്കൂളിലാണ്, ഞാൻ 4ലും ബിന്ദു 1ലും അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയം. അപ്പം സ്കൂൾ ആരെങ്കിലും വരും, അമ്മയുടെ ഓഫീസിൽ നിന്ന് പ്യൂൺ ആരെങ്കിലും, സലീം ചേട്ടനോ അങ്ങനെ ആരെങ്കിലും വരും. എന്നിട്ട് പറയും അമ്മയ്ക്ക് സുഖമില്ല, സ്കൂളിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അനിയത്തിയാണെങ്കിൽ അവിടെ എല്ലാം നടന്നിട്ട് അയ്യോ എൻ്റെ അമ്മ എവിടെ എന്ന് പറഞ്ഞിട്ട് കൊച്ചാണ് അവിടെ എല്ലാം നടന്നത്. എല്ലാ ടീച്ചർമാർക്കും അതുകൊണ്ട് സ്കൂളിൽ അറിയായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ അയ്യോ ബിന്ദുവിൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഇങ്ങനെ നമ്മളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഒത്തിരി എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ അമ്മ ഇപ്പം എന്താ ഇല്ലാതാവും എന്നുള്ള ഒരു ഫീലിങ്ങിലാണ്. ഒരുപാട് നാള് നമ്മൾ കൊച്ചിലെ ഇങ്ങനെ അപ്പൊ എപ്പോഴും അച്ഛന് പറയായിരുന്നു അമ്മയെ വിഷമിപ്പിക്കരുത്. ഞാനായിരുന്നു ഏറ്റവും മഴക്കാളിയായിട്ട് വീട്ടിലുണ്ടായിരുന്നത്. അപ്പം എപ്പോഴും എന്നെ അടി പിടി ചവിട്ട് തൊഴി ഇങ്ങനത്തെ അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനത്തെ കലാപരിപാടികൾ ഞാനാണ് ഇങ്ങനെ എന്താ പറയുക സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ മരം കയറല്, അയലത്ത് വീട്ടിൽ പോയി വഴക്കുണ്ടാക്കല്, പിള്ളേരെ കുത്തല്, ഇടി ചവിട്ട് തൊഴി പിച്ച് മാത്ത് എല്ലാം എൻ്റെ ഹോബിയായിരുന്നു. എനിക്ക് തോന്നുന്നു അത് അമ്മയുടെ കയ്യിലുള്ള സ്നേഹം കിട്ടാത്തതിൻ്റെ കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അമ്മയെ കുറച്ചൊരു റെസ്ട്രിക്റ്റഡ് ആളായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും പ്രകടിപ്പിക്കുകയൊന്നുമില്ല സ്നേഹമൊന്നും. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ ഒക്കെ സ്നേഹം കിട്ടണമെന്ന് ഉള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എല്ലാവരെയും മന്ദിപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നൊരു കാലം വിറങ്ങി വെച്ച്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ അച്ഛനൊക്കെ പറയായിരുന്നു അമ്മയെ വിഷമിപ്പിക്കരുത്, പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്, പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാനൊക്കെ ഒന്ന് ഒതുങ്ങി എന്നുവെച്ചാൽ അമ്മയ്ക്ക് ഇങ്ങനെ സുഖമില്ലാത്ത ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയായി അവസാനം ഒരു ദിവസം ആരോ പറഞ്ഞു അമ്മയുടെ അടുത്ത്, ആരാന്ന് എനിക്കറിയില്ല, നമ്മുടെ ഓഫീസിലാണോ ആരോ കൊളീഗ്സ് ആരോ പറഞ്ഞു സാർ പോയത് പ്രശ്നം വെപ്പിച്ച് നോക്ക്, ഇതൊന്നും അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹൃദയ നോവലും നെഞ്ചുവേദന എന്ന് പറഞ്ഞിട്ട് ഭരതൻ ജോത്സ്യൻ എന്ന് പറഞ്ഞ് കൊല്ലത്തൊരു ഭയങ്കര ഫേമസ് ആയിരുന്നു അന്നെങ്കിൽ ഭരതൻ ജോത്സ്യരെ അച്ഛൻ ഒരു അപ്പോയിൻമെന്റ്, അച്ഛന് ഇതിലൊന്നും ഒരു വിശ്വാസമില്ല. എന്നിട്ടും അച്ഛൻ ആരോ പറഞ്ഞതനുസരിച്ച് അച്ഛൻ ഇങ്ങനെ ഭരതൻ ജോത്സ്യൻ്റെ അടുത്തൊരു അപ്പോയിൻമെന്റ് എനിക്ക് കൂടുതൽ വിവരങ്ങൾ പുള്ളിയെ പറ്റി അറിഞ്ഞൂടാ. ഞാനൊക്കെ കൊച്ചായിരുന്നു, ഞാനൊന്ന് 7ൽ 8ലോ പഠിക്കുക. അപ്പോൾ ഭരതൻ ജോത്സ്യരെ പോയി കണ്ടു. ഭരതൻ ജോത്സ്യർ ഇങ്ങനെ പ്രശ്നം വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ആരൂടെ തടയുക എന്ന് പറയും. അപ്പോൾ ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവില്ല. പുള്ളി പറയുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇത് എന്തോ ഒരു തടയുന്നുണ്ടല്ലോ, ആരൂടെ തടയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് ഏതോ ഒരു വിഷ്ണുകോപമാണ്, അല്ലാതെ ഇങ്ങനൊരു ഹൃദയം നെഞ്ചുവേദനയും മറ്റേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല, ഇത് ഏതോ ഒരു വിഷ്ണുകോപമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഏത് കൃഷ്ണനെയാണ് നിങ്ങൾ വെച്ച് ആരാധിച്ച, നിങ്ങളെ ഒരുപാട് അറിയുന്ന, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഒപ്പം ഉണ്ടായിരുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഭരതൻ ജോത്സ്യൻ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഈ കുഞ്ഞു കൃഷ്ണനെ ഓർമ്മ വരുന്നുണ്ടെങ്കിലും അമ്മ അത് പറയുന്നില്ല. കാരണം അതൊരു നാണക്കേട്, അത്രയ്ക്കൊക്കെ കൃഷ്ണന് പവർ കാണും എന്നുള്ള ഇതിൽ അമ്മ ആ കൃഷ്ണന്റെ കാര്യമേ പറയുന്നില്ല. അമ്മ ഗുരുവായൂർ പറയുന്നു, ഹരിപ്പാട് പറയുന്നു, എവിടെയൊക്കെയാണ് അമ്പലപ്പുഴ പറയുന്നു. അങ്ങനെ പിന്നെ വീട്ടിൻ്റെ അടുത്തൊരു കടവൽ കൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ആശ്രാമം കൃഷ്ണനെ പറയുന്നു. ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് പുള്ളിക്ക് അങ്ങോട്ട് പുള്ളി പറയും ഇല്ല ഇതൊന്നും അല്ല, ഇതിനേക്കാളൊക്കെ കൂടെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ നീ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുവാണോ എന്നാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴ് സഹിക്കാൻ വയ്യാതെ അമ്മ അവസാനം പറഞ്ഞു, ഇത് ഇങ്ങനെ എനിക്ക് കൊച്ചിലെ ഇങ്ങനെ കിട്ടിയ ഒരു കൃഷ്ണ വിഗ്രഹം ഉണ്ട്, അത് വീട്ടിലാണ്, അതിനിങ്ങനെ വെച്ച് ആരാധിച്ചൊക്കെ ഇരുന്നതാണ്. എന്നിട്ടപ്പോൾ പുള്ളി പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കിയപ്പോഴത്തേക്ക് അതെല്ലാം ആരൂടെ തടയിലൊക്കെ മാറി എല്ലാം ക്ലിയറായി. അപ്പം പുള്ളി ഇങ്ങനെ ഭരതൻ ജോത്സ്യൻ ഇങ്ങനെ ഇരുന്ന് കൂടെ കരയുകയാണ്. പുള്ളിയുടെ കണ്ണിൽ കൂടെ ഇങ്ങനെ എന്ന് വെച്ചാൽ അങ്ങനെ അത്ര ബുദ്ധിമുട്ടി ഈ ഏത് കൃഷ്ണനാണെന്ന് കണ്ടുപിടിക്കുന്നത്. അവസാനം അങ്ങനെ കരഞ്ഞു, അമ്മ കരഞ്ഞു, ഇതിലൊന്നും ഒരു വിശ്വാസം ഇല്ലാത്ത അച്ഛൻ കരഞ്ഞു, എല്ലാവരും കരഞ്ഞ് നിലവിളിച്ച് അവസാനം ഈ ഇപ്പം ഭരതൻ ജോത്സ്യർ പറഞ്ഞു ഈ കൃഷ്ണന് നിങ്ങളുടെ കൂടെ ഇരിക്കണം, നിങ്ങൾ ഇങ്ങനെ ദൂരെ വെച്ചിരിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇപ്പൊ കൊണ്ടുപോകുന്ന ആളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിരുന്ന ഒരു കൃഷ്ണനാണ്. അപ്പം എന്തായാലും ഉടനെ തന്നെ കൊണ്ടുവരണം, നിങ്ങളുടെ വീട് അതുപോലെ തന്നെ എപ്പോഴും ശുദ്ധമായിട്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്, അവിടെ കൊണ്ടുവച്ച് ദിവസവും ഒരു വിളക്ക് കത്തിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, പക്ഷെ എനിക്കിവിടെ കൂടിയിരിക്കണം
എന്നുള്ളതാണ് പുള്ളിയുടെ തീരുമാനം. അതുകൊണ്ട് കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ സുദർശന ഹോമം, ഗണപതി ഹോമം അങ്ങനെയൊക്കെ കുറേ നടത്തി വീടൊക്കെ എല്ലാം അവരുടെ രീതിയിലെല്ലാം ശുദ്ധമൊക്കെ ആക്കി. പിന്നെ അതുപോലെ ആശ്രാമത്തെ കൃഷ്ണനും ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കാവുണ്ടല്ലോ, അവിടെ എപ്പോഴും അവർ തമ്മിൽ ഇങ്ങനെ പോക്കുവരവൊക്കെ ഉണ്ട്. അപ്പോൾ ആ സെൻറ്ററിലാണ് നമ്മുടെ വീട് നിൽക്കുന്നത്. അപ്പം ആ വീട് എന്നും വളരെ ശുദ്ധമായിട്ടും അവിടെ ഉള്ള മനുഷ്യർ എപ്പോഴും ശുദ്ധമായിട്ട് ഇരിക്കുന്നവരാണ് എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെയാണ് വന്നത്. പുള്ളി അങ്ങനെ ഒരിക്കലും ഒരിടത്തും പോയി പൂജ ഒന്നും ചെയ്ത് കൊടുത്തില്ല മനസ്സിലാന്ന്. പക്ഷെ നമ്മുടെ വീട്ടില് കാര്യങ്ങൾക്കെല്ലാം പുള്ളി തന്നെയാണ് വന്നത്. കാരണം അത്രയ്ക്ക് പുള്ളി എന്നിട്ട് അമ്മയുടെ ഒക്കെ ഭയങ്കര കാര്യമായിട്ടൊക്കെ ഇതൊക്കെ പറഞ്ഞ് അവസാനം ആ കൃഷ്ണ വിഗ്രഹമാണ് ഇപ്പം നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ അമ്മ നമ്മൾ ആ വീട് മാറ്റിയപ്പോഴും ഇങ്ങനെ ഞാൻ ഇവിടെ വീട് വെച്ചപ്പോഴും ഒക്കെ കൃഷ്ണനെ അതുപോലെ തന്നെ പൂജയൊക്കെ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അമ്മ എപ്പോഴും ഞങ്ങളടുത്ത് പറയും, ചുമ്മാ ആവശ്യമില്ലാതെ വിളക്കൊന്നും വെച്ച് പൂജ. ഞാൻ എന്നും മാലയൊക്കെ കെട്ടിയിടുമായിരുന്നു. മുറ്റത്തൊക്കെ നിറച്ച് മുല്ലപ്പൂവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും മാലയൊക്കെ കെട്ടിയിടും. ഒന്നുമില്ലെങ്കിൽ ഒരു ചെമ്പരത്തിപ്പൂ ഇങ്ങനെ കുറച്ചൊക്കെ വെക്കും. അങ്ങനെ തുളസി മാല കെട്ടിയിടും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അമ്മ എന്നെ വഴക്ക് പറയായിരുന്നു. പക്ഷേ ആവശ്യമില്ലാത്ത പണിയൊന്നും ചെയ്യില്ല കേട്ടോ. നിനക്ക് വേറെ പണിയൊന്നും നിങ്ങൾക്കൊക്കെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നോക്കാനും സമയം കാണത്തിന് ഒന്നിനും സമയം. അതുകൊണ്ട് ഒരു വിളക്ക് വെച്ചാൽ മതി, ഒരു തിരി കത്തിച്ച് വെച്ചാൽ മതി, അത്ര പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ അങ്ങനെ എപ്പോഴായാലും പോകുമ്പോഴും ഞാനും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് കൃഷ്ണനെ കൊണ്ട്. അതൊന്നും ഇപ്പം ഏതായാലും നിൽക്കാനും പറയുന്നില്ല. ഇത് അമ്മയുടെ അനുഭവം പറഞ്ഞു നിർത്താനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിനിടയിൽ ഒരു കൃഷ്ണനെ കൊണ്ട് തന്നായാലും അത് പറയാൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കൃഷ്ണൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള അങ്ങനെ കേട്ടോ. ഇതാണ് നമ്മുടെ കൃഷ്ണനുമായിട്ടുള്ള കഥ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ അവിടെ ഒറ്റയ്ക്ക് താമസിക്കാനൊന്നും അമ്മയ്ക്ക് ഒരു പേടിയില്ല. അമ്മ എപ്പോഴും ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാ അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ചോദിച്ചാൽ അമ്മ പറയും, കൃഷ്ണൻ ഉണ്ടല്ലോ എനിക്കിവിടെ, എന്തെങ്കിലും വന്നാലും. ആ സ്ട്രോക്ക് വന്ന സമയത്ത് പോലും അവിടെ അമ്മ വലിഞ്ഞിഴഞ്ഞ്, അമ്മയ്ക്ക് എണിക്കാൻ വേണ്ടിയിട്ട് വലിഞ്ഞ് തിറയിൽ കൂടെ ഇറങ്ങി കൃഷ്ണന്റെ മുമ്പിൽ പോയി കിടന്നിട്ട് എന്നെ എടുത്തോണ്ട് പോയിക്കൂടെ, എന്തിനാ ഈ കളി എന്ന് പറഞ്ഞിട്ട് അമ്മ അന്നും ഒരുപാട് കൃഷ്ണനുമായിട്ട് വാദപ്രതിവാദത്തിലൊക്കെ ഏർപ്പെട്ടു. Thank you, Ms. Sindhu, for the amazing story. നല്ലൊരു സ്റ്റോറി ടെല്ലർ ആട്ടോ. ഞാൻ എപ്പോഴാണ് ഒരു കഴിവ് എനിക്ക് പറ്റും. ഒരു പാട്ടൂടെ അറേഞ്ച് ചെയ്യില്ല, പാടില്ലയോ? അത് കഴിഞ്ഞില്ലേ? ഇനി പാടും. അപ്പൊ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. വേണമായിരുന്നു പ്രോഗ്രാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? പിന്നെ ഞങ്ങളുടെ അഭിപ്രായം പറയായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. What year did Ammumma and Appuppa get married? What year? 1960. അല്ല 67. 69 അല്ല, സോറി, 68 ആയിരുന്നു. 68 ഒന്നര വയസ്സായിട്ടോ സിന്ധു. 68 ജൂൺ 6 അല്ലേ? June 6? Oh, 19? July? 69. July? ജൂലൈ ജൂലൈ 6 ജൂലൈ ജൂലൈ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്. What is grandma's favorite hobby? വഴക്ക് പറയും. No, you can't answer. അമ്മയ്ക്ക് ഉത്തരം പറയാനുള്ള അനുവാദമില്ല. കമന്റ് Correct answer. നെക്സ്റ്റ് ആൻസർ പറഞ്ഞല്ലോ. ഒരു പോയിന്റ് കിട്ടിയോ? അടുത്ത ഏത് ടോപ്പിക് ആണ് ന്യൂസ് പേപ്പറിലെ അമ്മുമ്മ ഒട്ടും അത് വിത്തൗട്ട് എനി ഫെയിലിയർ എല്ലാ ദിവസവും ഈ ഒരു ടോപ്പിക് വായിക്കും ന്യൂസ് പേപ്പറിൽ, ഈ ഒരു സെക്ഷൻ ഏതായിരിക്കും?
ആ ഏതാണ് ആ സെക്ഷൻ? അത് എല്ലാവരും പറഞ്ഞോ, ഒരു സെക്ഷൻ ന്യൂസ് പേപ്പറിലുണ്ട് വായിക്കും. അതെ, that's it. ഓക്കേ, എഡിറ്റോറിയൽ വായിക്കണം. അയ്യോ പേപ്പറിനകത്ത് ഒരൊറ്റ അക്ഷരം പോലും വിടാതെ വായിക്കും. ഓ. അയ്യോ, അതൊന്നും പറയല്ലേ. അമ്മൂമ്മയുടെ ഏതും വായിക്കാൻ സമയം കിട്ടിയില്ലേ എഡിറ്റോറിയലിലും വായിക്കും. സ്റ്റുഡിയോസ് ഇതുകൊണ്ട് ലക്ഷണങ്ങളാണ്. അമ്മൂമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് പാട്ട്? പാട്ടോ കൃഷ്ണനെ പറ്റിയുള്ള അത് ബാക്കിയുള്ളത് ഗസ് ചെയ്യട്ടെ, എന്നിട്ട് പറ. കൃഷ്ണപറ്റോട് ഏത് പാട്ട്? ഏതും ആകാം. ആ, അതാണോ? ആ. ഓക്കേ, very nice. ഓക്കെ, അടുത്ത ഇഷ്ടമാണ്. അമ്മൂമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് TV ഷോ. TV show. TV serial. ഇല്ല സ്റ്റാർ ഇത് സ്റ്റാർ ഫേവറാണോ? ആണോ അമ്മ? ആ, ശരി. ഓ, ഓക്കെ. ഓ, എല്ലാവരും ഐഡിയ സ്റ്റാർ സിംഗർ. അടുത്ത സെക്ഷൻ ഫുഡ്. വാട്ട് ഈസ് അമ്മൂമ്മ സിഗ്നേച്ചർ ഡിഷ് ദാറ്റ് എവരിവൺ ലവ്സ്? ഏത് അമ്മൂമ്മയുടെ വിഭവമാണ്? സിഗ്നേച്ചർ ഡിഷ്. അത് ചെറുപയർ കഞ്ഞിയാണ്. ചെറുപയർ കഞ്ഞിയാണ്. വേറെ എനിക്ക് പരിപ്പ് പരിപ്പ്. ഏതാ അമ്മൂമ്മയുടെ signature അവിയൽ dish? അവിയൽ അവിയൽ. ഓക്കേ. കുറേ ഉണ്ട്. ഏതാ അമ്മൂമ്മ പറയുന്നത്? അമ്മൂമ്മ. അവിയൽ. അവിയൽ. ഓക്കേ. ഓക്കെ, ഇനി അടുത്ത അമ്മൂമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ഡെസേർട്ട്. Sweet. സ്വീറ്റ് പായസം. അടപ്രഥമൻ. എല്ലാം അതെ, ആ ഗിഫ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഉത്തമയായ മൂത്തമകളാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രൂവ് ചെയ്യണ്ട. We know it. എന്നാ ശരി, ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നതാ. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ട്രാവൽസ് ആൻഡ് അഡ്വെഞ്ചേഴ്സ്. What is Ammumma's favorite place that she's ever visited? ഗുരുവായൂരാണോ? ഗുഡ്. നെക്സ്റ്റ് ഏറ്റവും ദൂരം, ഇവിടുന്ന് ഏറ്റവും ഫാർദസ്റ്റ് ആയിട്ട് ഏത് പ്ലേസിലാണ് അമ്മൂമ്മ പോയിട്ടുള്ളത്? ബാംഗ്ലൂർ. ആ. ബോംബെ ഒന്നും പോയിട്ടില്ല. അപ്പൊ ബാംഗ്ലൂർ. മധുര IGS ബാംഗ്ലൂർ. പക്ഷെ ബാംഗ്ലൂർ ചെറുപ്പന്റെ കൂടെ അവിടെ. ശരി, അപ്പൊ ഞാൻ മധുരയിൽ പോയിട്ടുണ്ട്. Okay, അടുത്തത്. What is the dream place Ammumma wants to visit? ഡ്രീം പ്ലേസോ? വലിയ പ്ലേസ് ഒന്നും അറിയത്തില്ല, പിന്നെ ഒന്നും അറിയില്ല. ഇംപ്രവൈസ് ചെയ്യും. ഇനി ദ്വാരക, അത് ഇംപ്രവൈസ് ചെയ്യും. വൃന്ദാവൻ മധുരയിൽ പോയാൽ കൊള്ളാം. ഓക്കെ. ഇനി പോകുന്നുണ്ട്. അത് ഇനിയിപ്പോ ഇന്ന് തന്നെ പോകും. ഇനി അടുത്ത പേഴ്സണാലിറ്റി ആൻഡ് ട്രേറ്റ്സ്. ഓക്കെ, അമ്മൂമ്മയുടെ ഫേവറേറ്റ് കളർ. ഗ്രീൻ. ഫേവറേറ്റ് കളർ. വൈറ്റ്. അയ്യോ അമ്മ പറയുന്നതിനാ. ലാസ്റ്റ് പറയാമോ? ആർക്കും ഉത്തരം ഞാൻ കിട്ടില്ല. ഗ്രീൻ പറഞ്ഞു. ഗ്രീൻ തെറ്റാ. ഇനി ശരി. Which flower does Ammumma love the most? മുല്ലപ്പൂ. മുല്ലപ്പൂ ആണോ? വേറെ ഏതെങ്കിലും ഉത്തരം? റോസ്. റോസ്, മുല്ലപ്പൂ, വേറെ എവിടെ നിന്നെങ്കിലും? കൃഷ്ണതുളസി. കൃഷ്ണതുളസി. ചെമ്പരത്തി പൂവ്. ചെമ്പരത്തി. ഏതാ ഉത്തരം പറ. ഓ. അത് പറഞ്ഞ ആൾക്ക് മാർക്കില്ല. ലാസ്റ്റ് പറഞ്ഞു. നെഗറ്റീവ് ആണ്. ഞാൻ ആദ്യം നെഗറ്റീവ്. ഓക്കെ. ഏത് ഫ്രേസ് ആണ് അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത്? ഇതിലൊരു വാക്ക് പറയും. ഏത്? കൃഷ്ണ. അതാണ്. ഹലോ. ഇങ്ങോട്ട് വാടി കൊച്ചേ. അല്ല, എന്റെ കൃഷ്ണ. Special memories. What's a surprising fact about Ammumma that not everyone knows? അമ്മൂമ്മ ഇതുവരെ ആരോട് പറയാത്തൊരു സീക്രട്ട്. ആരോട് പറയാത്ത സീക്രട്ട് നിങ്ങൾക്ക് അപ്പൊ അത് സ്കിപ്പ് ചെയ്യാത്ത അടുത്ത. ശരി, അത് Secret. പറയാൻ തോന്നില്ല. അതാണ് ഈ പെൺപിള്ളേർ ഇത്രയൊക്കെ എഴുതി വെച്ചിട്ട്
തുടക്കം മാത്രം. ഇവർ രണ്ടും കൂടെ രാത്രി രാത്രി ഉറക്കമില്ലായിരുന്നു രണ്ടിനും. അയ്യോ, ആരും Okay, next question. Either what is a lesson or value that grandma has taught the family? The answer വന്നിട്ടുണ്ട് പല സ്പീച്ചിലും. പക്ഷെ അത് വേണം, നിങ്ങളിപ്പോ ക്വസ്റ്റ്യൻ ഒരുപാടായി. അത് ഫാമിലി അല്ലേ പറയണ്ടേ? പറ. ഫാമിലി പറയും. അത് വേറെ വേറെ ആവാം. അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് എന്ത് പഠിച്ചിട്ടും പറയാം. ഒത്തിരി ഉണ്ട്, ബിഗ് ലിസ്റ്റാ. മനുഷ്യത്വമാണെന്ന് വലിയ മെസ്സേജ് ആണ്. ഓക്കെ. ഡിറ്റർമിനേഷൻ, ആ, കറേജ്, പെർസിവറൻസ്. മോട്ടിവേഷൻ സ്പീച്ചിലേക്ക് മാറുന്നു. ഓക്കെ, അപ്പൊ ഇതിനി നമുക്കൊരു നമുക്ക് കുറച്ചായിട്ട് ഇരിക്കരുത്, നമുക്കൊരു ടാസ്ക് ഒക്കെ ആക്കാം അല്ലേ? ഒരു ടീം വർക്ക് ഒന്നും കാണുന്നില്ല. ഫീൽ ആവുന്നില്ല, ഓണം ഫീൽ ഒന്നും ആവുന്നില്ല. ഇവര് തുണിഞ്ഞറിയിരിക്കും അവിടുന്ന്. നമ്മള് ടാസ്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ടാസ്കിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, എത്രയാണ് ചേച്ചി പോകുന്നത്? അതെ. പോരാ. ഒരു ബൗൾ ഉണ്ടായിരിക്കും. ഞാൻ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞുതരാം. ഇതിപ്പോ നിങ്ങൾ പറയുന്ന ഓണം പ്രതീതിയില്ല, ഞങ്ങളുടെ ഉണ്ടാക്കാൻ വരുവാ, ഉണ്ടാക്കാൻ വരുവാ. നിങ്ങളുടെ കുഴപ്പം ഞങ്ങളുടെ കുഴപ്പം. ഞങ്ങളോട് ആലോചിച്ചത് ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞു. ഉദ്ദേശ ലക്ഷ്യം അപ്പൊ തന്നെ ഒരു ബർത്ത്ഡേ പരിപാടി ഉദ്ദേശ ലക്ഷ്യം എന്താ നിങ്ങൾ പറഞ്ഞു? ബർത്ത്ഡേ അല്ല, അതിന് അതീതമായിട്ട് പലതും. നിങ്ങൾ ബർത്ത്ഡേ ഉദ്ദേശിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി നമ്മുടെ ആ ഫാമിലി ഗെറ്റ് സിന്ധുവും കണ്ടു പറഞ്ഞില്ലേ 20 വർഷം ഒന്നായിരുന്നു പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രണ്ടുപേരും കിട്ടുന്ന കാര്യം പറഞ്ഞു. അവരും ഇന്നത്തെ ഈ ഫംഗ്ഷനിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വീട്ടിൽ പറയും. എന്താ സുഖമായിട്ട് അത് അറിയാത്തവർക്ക് ഞാൻ അത് ക്ലാരിഫൈ ചെയ്ത് തരാം. അത് ബിന്ദു കുഞ്ഞമ്മയുടെ സൈഡിൽ നിന്ന് മോൻ ദേവന് H1N1 അപ്പൊ അത് റിക്കവറി ആയിട്ടില്ല. പിന്നെ ഇവിടെ അവർക്ക് വേറെ ഒരു ശങ്കരത്തമ്മന് പരിപാടി ഉള്ളതുകൊണ്ട് മോനെ നോക്കാനും ഒന്നും ആരുമില്ല. 10ാം ക്ലാസ്. പിന്നെ നമ്മുടെ പൊടിമോമന്റെ മോളുടെ എൻഗേജ്മെന്റ് ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞുള്ളൂ. അപ്പൊ അവരവിടെ ചെക്കന്റെ സൈഡിൽ നിന്ന് ഒരു ഓണം ഫംഗ്ഷന് പോയത്. വള്ളസദ്യ ബുക്ക് ചെയ്തത് വള്ളസദ്യക്ക് പോയിട്ടില്ല വള്ളസദ്യക്ക് അവർ വിളിച്ചിട്ടുണ്ട്. അതിന് പോണം ചേച്ചി. ഇന്നലെ കാണിച്ച് വിളിച്ചിരുന്നു. 1.5 കൊല്ലം മുമ്പ് കണ്ട് ബുക്ക് ചെയ്തതാ. ഓക്കെ, ചെറുക്കൻ്റെ വീട്ടുകാർ അവര് ബുക്ക് ചെയ്ത. ഓക്കെ, നമുക്കപ്പോ ടാസ്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇപ്പൊ ഇത് ഓരോന്നും കിട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ചിറ്റ്സ് ആണ്. ഇന്നത്തെ ഓരോ കാര്യം എഴുതിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഈ ചിറ്റ്സ് കൊടുത്തരും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ചിറ്റ് എടുക്കാം. അപ്പൊ അതിനകത്ത് ടാസ്ക് ആയിരിക്കും, അത് ചെയ്യാം. ഓപ്ഷൻസ് ഉണ്ട്. either this or that. അത് ചെയ്യാത്തവർക്ക് സത്യമില്ല. ഇവിടെ എന്താണ് തുടങ്ങാം? അമ്മമ്മയുടെ സൈഡിൽ നിന്ന് തുടങ്ങാം. എനിക്ക് വേണ്ട. അമ്മയ്ക്കില്ല. ഞാൻ വായിക്കാണേ. കിട്ടിയ ചിറ്റിന്നാണ്. അങ്ങനെ എല്ലാവർക്കും Okay. Eat sadhya 20 times or speak a most memorable event about Ammuma. Okay, അപ്പൊ ഈ സദ്യ 20 times. 20 times. അല്ലെങ്കിൽ ഓർമ്മ അമ്മൂമ്മയെ പറ്റി ഒരു മെമ്മറബിൾ ഇവന്റ് ഷെയർ ചെയ്യാം. അയ്യോ കഷ്ടം, പാവം. വല്ലപ്പോഴും ഒന്ന് അതിന് ഞാനിവിടെ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. സദസ്സിലിരിക്കുന്ന അമ്മയുടെ മരുമകനായി ഇത് കേട്ടോ. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. സദസ്സിലിരിക്കുന്ന മഹേശ്വരി എന്ന വല്യമ്മച്ചി, മറ്റ് പ്രിയ ബന്ധുമിത്രാദികളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എന്നെ അറിയാം. എന്റെ പേര് ബാലാജി. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് 26 വർഷമായി. അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയത്, പക്ഷേ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെ കുടുംബത്തിലെ ഒരു പ്രധാന തീരുമാനങ്ങളിലെല്ലാം വല്യമ്മച്ചിയുടെ ഒരു നല്ല പങ്കുണ്ടെന്നുള്ള കാര്യം എനിക്ക് ആദ്യം തന്നെ മനസ്സിലായിരുന്നു. ഒരു ഡിസിഷൻ മേക്കർ ആണ് എന്നുള്ള കാര്യം എനിക്ക് ആദ്യമേ തന്നെ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആദ്യം മുതലേ ഞാൻ
വല്യമ്മച്ചോട് ഇടപെടുമ്പോഴും ഒക്കെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ഞാൻ കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിച്ചിരുന്നു. അങ്ങനെയല്ല, വളരെ ക്ലിയർ ആയിട്ട് വളരെ സ്ട്രൈറ്റ് ആയിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുകയും ഞാനും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ കൊല്ലത്തെ വീട്ടിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ള വല്യമ്മച്ചയെ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ വീടുകളിലും അല്ലെങ്കിൽ ആൾക്കാരിലും ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് വല്യമ്മച്ചയ്ക്ക് കൊണ്ടുവരാനായിട്ട് ആദ്യം മുതലേ സാധിച്ചിരുന്നു. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു കാലഘട്ടത്തില് ഈ 40s-ലും 50s-ലും ഒക്കെ അന്നത്തെ കാലഘട്ടത്തില് പഠിക്കാനുണ്ടായിരുന്ന ഒരു സാഹചര്യം വളരെ കുറവാണെന്ന് നമുക്കറിയാം. ഒരു 70s 80s-ലൊക്കെ മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 80s-ലും 60s-ലൊക്കെ. പക്ഷെ 40s 50s-ലും ഒക്കെ സമയത്ത് നമ്മുടെ കോന്നി, പ്രത്യേകിച്ച് നമ്മൾ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയായിട്ടുള്ള ഒരു പത്തനംതിട്ട ജില്ലയിലെ കോന്നി, അവിടെ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷന്റെ ഫെസിലിറ്റിയുടെ അഭാവം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ അഭാവം, അതുപോലെ കറണ്ടില്ല, അതുപോലെ ട്രാൻസ്പോർട്ടേഷന്റെ ബുദ്ധിമുട്ടുകൾ, സ്കൂളുകളിലാണെന്നുണ്ടെങ്കിലും ടീച്ചേഴ്സിന്റെയും ഒക്കെയുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും മുമ്പേ പറഞ്ഞ പോലെ പ്രായമുള്ള ആൾക്കാർ, അവരുടെ പ്രായത്തിനൊക്കെ കൂടുതൽ ആൾക്കാർ, വലിയ കൂട്ടുകാർ ഇങ്ങനെ നിൽക്കുന്ന അങ്ങനെ ഒത്തിരി സാഹചര്യങ്ങൾ. എന്റെ വല്യമ്മച്ചയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ വല്യമ്മച്ചയുടെ കാലത്ത് ചെറിയ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവര് തോർത്തുകൊണ്ട് കൊടുത്തോണ്ടാണ് പോകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു വല്യമ്മച്ചയുടെയും കുറച്ചെടുത്തോ കഴിഞ്ഞതാണ്, അതിന്റെ മുമ്പിലുള്ള തലമുറയുടെ കാര്യമാണ്. 2 തോർത്തുകൊണ്ട് പെൺകുട്ടികൾ കൊടുക്കും, താഴെ മേളുമായിട്ട് കൊടുക്കും, പിന്നെ ആൺകുട്ടികള് ഓണമൊക്കെ കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം, ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിന് ശേഷം അടുത്ത തലമുറ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് വല്യമ്മച്ചിയൊക്കെ ജീവിച്ച് വളർന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടമാണ്. 1947 മുമ്പ് മുതലേ വല്യമ്മച്ചി സ്കൂളിൽ പോയി തുടങ്ങുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. 39-ലാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹാരാജാവ് രാജ്യം ഭരിക്കുന്ന സമയത്ത് തന്നെ, ശ്രീ തിരുനാൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് മുതല് വല്യമ്മച്ചിയുടെ കാലഘട്ടം ആരംഭിച്ചെന്ന് പറയാം. അതിനുശേഷം ഒത്തിരി ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്ന എന്തെല്ലാം ഇവന്റ്സ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 50-ല് റിപ്പബ്ലിക് ആവുന്നു, പിന്നെ അതിനുശേഷം എത്രയോ തെരഞ്ഞെടുപ്പുകൾ, ഇതിലെല്ലാം സാക്ഷ്യം വഹിച്ച് മുമ്പോട്ട് വന്നിരിക്കുന്ന അത് ഒരു സൈഡിലും അതിന്റെ ഒപ്പം തന്നെ സ്ട്രഗിൾസും ഒപ്പം തന്നെ വളരെയധികം വളരെ വലുതായിരുന്നു. ഈ സമയത്തുണ്ടായിരുന്ന അന്നത്തെ അനുഭവങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ റിപ്ലേസ് രീതിയിൽ വല്യമ്മച്ചയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അന്നത്തെ കാലഘട്ടം നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ വളരെ വലിയൊരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ്. നമുക്കൊക്കെ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം സൗകര്യങ്ങളാണ്, നെറ്റാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലേക്കും ആക്സസ് കിട്ടാനായിട്ട് ഒത്തിരി മാർഗങ്ങളുള്ളതാണ്. അല്ല, ഇതുപോലുള്ള അവസരങ്ങളിൽ ഷെയർ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ തലമുറ അവർ വിചാരിക്കുന്ന അവരുടെ കാലഘട്ടത്തിലാണ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു തലമുറയാണ്. ഒത്തിരി അധികം ആൾക്കാർ ഇതിലേക്ക് വരുന്നതൊക്കെ കൊണ്ട് അവർക്ക് വളരെയധികം കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട് എല്ലാ മേഖലകളിലും. അന്നത്തെ കാലത്ത് വേറെ രീതിയിലുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു, സ്ട്രഗിൾ ചെയ്യാനുള്ള കോമ്പറ്റീഷൻ. അല്ലെങ്കിൽ അന്ന് ഈ പറയുന്ന പോലെ ഫുഡിന്റെയും എല്ലാത്തിന്റെയും ഒക്കെ സ്കേഴ്സിറ്റി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒക്കെയുള്ള ഡ്രസ്സിന്റെ പ്രശ്നങ്ങള്. അപ്പൊ അത് കേൾക്കാൻ നമുക്ക് തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. അപ്പൊ ഏതായാലും അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി മക്കളൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഒത്തിരി വളരെ ബ്രീഫായിട്ടാണെന്നുണ്ടെങ്കിലും പറഞ്ഞു. പിന്നെ നമ്മുടെ പൂർവികരെ എല്ലാവരെയും സ്മരിക്കാനൊക്കെ ആയിട്ട് അവർ കാണിച്ച ഒരു ആർജവും അത് അങ്ങേയറ്റം